ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും വെൽക്കം. ഞാനിപ്പം ഈ ഒരു ഇരിപ്പ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കണ്ണുണ്ടോ കഞ്ചാവ് അടിച്ചണക്ക് ഇരിക്കുക, വേറെ ഒന്നുമല്ല. ഉറക്കം വന്നിട്ട് നല്ല പണ്ടാറടങ്ങിയിരിക്കുവാണ്. അപ്പം നമ്മളിപ്പോൾ ഒന്ന് കരുനാപ്പള്ളി വരെ പോയിട്ട് വന്നതാണ്. പോയിട്ട് വന്നപ്പോൾ ഞാൻ ആകെ ശോകമായി. നല്ല രീതിയിൽ ഇപ്പം യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ക്ഷീണം. മറ്റേതെനിക്ക് എവിടെ കറങ്ങാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒട്ടും അങ്ങോട്ട് ഒരു നടപടിയാവുന്നില്ല. അപ്പം നേരെ വന്ന് ഞാൻ ഡ്രസ്സ് പോലും മാറാതെ മാറിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തുന്ന ഇൻട്രോ എടുത്തിട്ട് ഫ്രഷപ്പ് ആവാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പം ഇന്ന് നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ബാഗ് പാക്ക് ചെയ്യലാണ് ഗൈസ്. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഈ സമയം വരെ ഒരു വകയും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഇവിടെ ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പാക്ക് ചെയ്യുന്നതെന്നും എടുക്കുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ഇനി വരുന്ന എവിടെയാണ് പോകുന്നത്, എന്താണ് പരിപാടി എന്നുള്ള എല്ലാം നമ്മൾ വരുന്ന വ്ളോഗിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസിലും നോട്ടിഫിക്കേഷൻ വരും. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ബാക്കിയുള്ള പരിപാടീസ് കാണിച്ചു തരാം. അപ്പം ഞാൻ ഡ്രസ്സ് ഒന്ന് ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്തായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ട് ഭയങ്കര ചൂടും കാര്യങ്ങളും. അങ്ങനെ ഞാനൊന്ന് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഫ്രഷപ്പ് ആയില്ല, ഫ്രഷപ്പ് ആവണം ഇനി. ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഡയറക്റ്റ് അതിനകത്ത് കയറ്റിയാൽ മാത്രം മതി, വേറെ പരിപാടി ഒന്നുമില്ല. ഒരു കോഡ് സെറ്റ് രണ്ട് കോഡ് സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പാൻറ്റും ടോപ്പും ഒക്കെ ആയിട്ടുള്ള ഇതുണ്ടോ, ഈ ഒരു സെറ്റായിട്ടൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കിയൊന്നും കാണിക്കുന്നില്ല, കാരണം അതൊക്കെ ഭയങ്കര ഷോക്കാണ്. മൊത്തത്തിൽ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ വീഡിയോ, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇതായിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഞാനൊരു ക്രോപ്പ് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആക്ച്വലി ഇങ്ങനത്തെ സ്ട്രാപ്സ് വരുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരെണ്ണമല്ല, ഇങ്ങനത്തെ മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആക്ച്വലി അങ്ങനത്തെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഞാനൊരു പാൻസ് എടുത്തിട്ടുണ്ട്. കൊള്ളായിരിക്കും, ഇട്ടേക്കുമ്പോൾ അറിയാം. അപ്പം ഞാൻ ഇതിൻ്റെ ടാഗ് പ്രൈസ് ഒന്നും ഞാൻ പറയുന്നില്ല. ടാഗ് കളയാം, വെറുതെ ടാഗൊക്കെ പിടിച്ചുകൊണ്ട് വെച്ചിട്ട് അതിനാണല്ലേ. ഇങ്ങനെയൊക്കെ എപ്പോഴും ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇത് ഓണത്തിന്റെ ടൈമിൽ പോയി പർച്ചേസ് ചെയ്താണ് കേട്ടോ. ഒടുക്കത്തെ തിരക്കായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ പോയി എടുത്തു വെച്ചിട്ട് 3ാമത്തെ പ്രാവശ്യം പോയാണ് സംഭവം ഞാൻ വാങ്ങുന്നത്. കാരണം അത്രയും തിരക്കായിരുന്നു അവിടെ. പൊട്ടി വരുന്നില്ല, എന്താ പൊട്ടി ഓക്കെ. അപ്പൊ ഈ ഒരു പാൻസും ഇതിനകത്തുണ്ട് കേട്ടോ നമ്മുടെ പ്രൈസ് ടാഗ്. ഈ പ്രൈസ് ടാഗ് ഒക്കെ എടുത്ത് കളയണം. ഇത് ഞാൻ മേടിച്ചോണ്ട് പിന്നെ എനിക്ക് പിന്നെ ഇട്ട് നോക്കാനൊന്നും നമ്മുടെ വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഒന്നും ടൈം കിട്ടിയില്ല. ഓരോ കാര്യങ്ങൾക്ക് ഞാൻ ഓട്ടമായിരുന്നു. നമുക്കിപ്പോൾ മാക്സിമം പെർ പേഴ്സൺ 7 kg മാത്രമേ അവർ അലോ ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഡ്രസ്സാണെങ്കിലും ഒരുപാട് വെയിറ്റ് ആയിട്ടുള്ളതൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഭീകരമായിട്ട് ജീൻസ് ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പൊട്ടിക്കാൻ പറ്റുന്നില്ല, കുറെ നേരം കൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ വലിച്ചാൽ വരുന്ന സാധനമാണ്. പക്ഷെ എനിക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോകാത്തത് കൊണ്ട് പൊട്ടി വരാൻ പാടാണ്. ഓക്കെ. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഒരു ടീഷർട്ടല്ല, ഒരു ക്രോപ്പ് ടോപ്പ്, ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പ്. കാരണം ഇത് നമുക്ക് ആ ബ്ലാക്ക് പാൻറ്റോടെയും പെയർ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഒരെണ്ണം കൂടി എടുത്ത് ചെയ്യാം. അപ്പം നമുക്ക് 2 ഉണ്ട് കാര്യം. എന്താണെന്ന് വെച്ചാൽ ഒരു പാൻറ് കൊണ്ടുപോയാൽ മതി, 2 കൂടി നമുക്ക് പെയർ ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ സ്പേസ്
നമുക്ക് ബാലൻസ് ചെയ്യാം. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? എന്താകുമെന്ന് അറിയത്തില്ല. എത്രയൊക്കെ ഞാൻ ഇതാക്കി എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഊട്ടുകയാണെന്ന് കീറിന്ന് വിചാരിച്ച്. എനിവേസ് ഓക്കെയാണ്, കുഴപ്പമില്ല. ഇതും അതും കൂടി ചേരുമായിരിക്കും. ഇതൊക്കെ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസിൽ, പക്ഷെ ഇടുമ്പോഴത്തേക്കും കാണിച്ചു തരാം ബാക്കി. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സാധനം, ഇത് എനിക്ക് എപ്പോഴും വേണ്ട ഒരു സാധനമാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എനിക്കിത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ഒരു മടിയുള്ള കൂട്ടത്തിൽ ഒരാളാണ്. അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആവും. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ലിപ്പ് ഇപ്പം നോക്കിയില്ല, ഞാൻ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്തിട്ടില്ല. അപ്പം ആ ഡ്രൈ ആയിട്ടിരിക്കുന്ന ലിപ്സിൻ്റെ അവിടെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര പറ്റി പിടിച്ച് ഒരു വൃത്തിയായിട്ട ഷെയ്ഡായിരിക്കും, രണ്ട് ഷെയ്ഡായിരിക്കും. അപ്പം അത് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മറ്റേ ലിപ് കളർ റിമൂവർ വൈപ്സ് മേടിച്ചിട്ടുണ്ട്. യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, യൂസ് ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. അപ്പം ഇപ്പം യൂസ് ചെയ്ത് നോക്കണോ പൊട്ടിച്ചിടണോ നോക്കാമായിരുന്നല്ലേ എങ്ങനെയാണ് സംഭവം? അല്ല വേണ്ടല്ലേ, ഞാൻ യൂസ് ചെയ്യാം, പോകുമ്പോൾ ഞാൻ എടുക്കാമല്ലോ എന്ന് ഓർത്ത് മേടിച്ച് വെച്ചതാണ്. അപ്പം അത് 2 എണ്ണം എല്ലാം കൂടെ ബാഗിലെടുത്ത് വെക്കാമെന്ന് ഞാൻ ഓർത്ത്. അതുപോലെ വേറൊരു സാധനം കാണിച്ചു തരാം. വേറൊരു ടോപ്പും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് വെച്ച് എവിടെയാണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ എടുത്ത് വെച്ചായിരുന്നു. ഇത് ഞാൻ എടുത്തത് സ്റ്റുഡിയോയിൽ നിന്നല്ല, സ്റ്റുഡിയോയിൽ നിന്നാണ്. സ്റ്റുഡിയോ 26 എന്ന് പറഞ്ഞ ഷോപ്പിൽ സ്റ്റുഡിയോ കാണാൻ പറ്റുന്നോ എന്തോ. സ്റ്റുഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റുഡിയോ ആയിപ്പോ. അപ്പം തെറ്റിദ്ധരിക്കരുത്, ഇത് സ്റ്റുഡിയോയിൽ നിന്നല്ല, ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ്, ആലപ്പുഴയിൽ തന്നെ അടുത്ത് തന്നെയാണ്. ഇത് ഇങ്ങനത്തെ ഒരു ഷർട്ട് നമുക്ക് ജീൻസിനോട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ പ്രൈസ് വന്നിട്ട് 1095 ആണ്. നല്ല എലഗൻ്റ് ആയിട്ടൊരു സ്ട്രൈപ്പ് വന്നിട്ടുള്ള ഷർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ അകത്ത് ഒരു ഇന്നറും വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്യാനായിട്ട്. ആക്ച്വലി ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇറ്റ്സെൽഫ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതും കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെക്കുന്നുണ്ട്. അപ്പം ഈ വക സാധനങ്ങൾ, ഡ്രസ്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. ഇത്രയും മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടുപോകാൻ. പിന്നെ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സും അല്ലാതെ പിന്നെ ഞാൻ ഒരു കാര്യം ഇത് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം വൃത്തിയാണെന്നൊന്നും വിചാരിക്കരുത്. കാരണം ഇപ്പം എല്ലാ സാധനവും എടുത്ത് വെക്കാൻ വേണ്ടി ഞാനിതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ്, അത് നമുക്ക് അർജൻറ്റ് ആണല്ലോ, അത്യാവശ്യമുള്ള കുറേ സാധനങ്ങൾ എടുത്തു വെക്കണം. അപ്പം ഞാൻ അതിന് എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാനായിട്ട് ഇങ്ങനൊരു സാധനം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കുളമായി കിടക്കണം. ഇപ്പോൾ എടുത്തപ്പോൾ കംപ്ലീറ്റ് പോയി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇതിപ്പോൾ ഞാൻ എടുത്തു വെക്കുന്നില്ല, കാരണം നാളെ പോകുമ്പോൾ എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടേ എടുത്ത് വെക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ സാധനങ്ങൾ പെൻഡിങ് വെച്ചത്. അപ്പം മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, എൻ്റെ ഹെയർ സെറം ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഹെയർ സെറം, പിന്നെ ഒരു മേക്കപ്പ് ഫിക്സർ, കൺസീലർ. ആക്ച്വലി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ ഇടയ്ക്കൊരു ഫങ്ഷൻ വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ് സംഭവം. 1-2 തവണ ഞാൻ യൂസ് ചെയ്തു. പക്ഷെ എനിക്ക് എന്തോ ഞാൻ ഇത് യൂസ് ചെയ്യാത്ത സാധനം യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് നല്ലപോലെ ഉണ്ട്, അണ്ടർ ഐ മാർക്സ്, പിഗ്മെന്റേഷൻ ഉണ്ട് നല്ല. ഇപ്പം ഞാൻ അതിനുവേണ്ടി ഒരു ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഐ ക്രീം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ഞാനത് എടുക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. സ്കിൻ കെയറിൽ തന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ ലിപ്സ്റ്റിക്, ഇതില്ലാതെ എനിക്കൊരു ജീവിതമില്ല. എനിക്ക് ഇതില്ലാത്ത ഫുഡില്ലെങ്കിൽ ഞാൻ ജീവിക്കും, പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ 2 ഷെയ്ഡ്, 2-3 ഷെയ്ഡ് എടുക്കാം നമുക്ക് ആവശ്യം വന്നാലും. ഇൻ കേസ് എൻ്റെ ലിപ് ലൈനറും എൻ്റെ ഐബ്രോയും എൻ്റെ ഐ ലൈനറും, മസ്കാര ഒക്കെ വേണം. ഇതുണ്ട് എനിക്ക് എൻ്റെ മേർലി ഇമ്പോർട്ടൻ്റ് ആണിത്. എൻ്റെ ലിപ് ബാം ഭയങ്കര ഡ്രൈ ലിപ്സാണ്. എനിക്ക് മസ്റ്റായിട്ട് ലിപ് ബാം ഇല്ലാതെ എനിക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് പറഞ്ഞത് എനിക്ക് വിണ്ട് കീറുന്നുണ്ട് നല്ലപോലെ. വിണ്ട് കീറുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചുണ്ടിൽ നല്ല മാർക്സ് വരും, അതായത് നമ്മുടെ സ്കിന്നിന് പൊളിഞ്ഞു വരും നല്ലപോലെ.
അതുകൊണ്ട് ഇതൊക്കെ സാധനങ്ങളൊക്കെ എനിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഇതിപ്പോൾ ഞാൻ എടുത്ത് പാക്ക് ചെയ്യുന്നില്ല. കാരണം ഇപ്പം ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ പെട്ടിക്കകത്ത് വെക്കാത്തതിൻ്റെ കാരണം അക്കു വന്നിട്ട് അക്കുവിൻ്റെ സാധനങ്ങളും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വെക്കാമെന്ന് ഓർത്തിട്ടുണ്ട്. കാരണം ഡയറക്റ്റ്ലി ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ സാധനങ്ങളൊന്നും എടുത്ത് വെക്കാത്തത്. എല്ലാം ഞാൻ എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്, അതിനെടുത്ത് വെച്ചാൽ മതി. ആ ഒരു മോഡൽ ഞാൻ ഈ വക സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊണ്ടുപോകണമല്ലോ, കൊണ്ടുപോകണം. അപ്പോൾ ഇപ്പോഴേ ഞാൻ എടുത്ത് ബാഗിൽ വെക്കുന്നില്ല. കാരണം നാളെ രാവിലെ എനിക്ക് യൂസ് ചെയ്യണമല്ലോ ഈ സാധനങ്ങളൊക്കെ. പോകേണ്ട സമയത്ത് യൂസ് ചെയ്യേണ്ടതാണ്. ഞാൻ എല്ലാം ഇപ്പോൾ എടുത്ത് വെക്കുന്നില്ല. ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചതാണ് കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണ്. ഓക്കെ, പിന്നെ ഞാൻ 2 വൈപ്സ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണും. ഇനി ഇൻ കേസ് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമല്ലോ നോക്കിയിട്ട് ഞാൻ വൈപ്സ് എടുത്ത്, വൈപ്സൊക്കെ നമുക്ക് എടുത്ത് വെക്കാം, കുഴപ്പമില്ല. 2 വൈപ്സ് ഞാൻ എടുക്കുന്നുണ്ട്. ഒരെണ്ണം ലെമണിൻ്റെ, ഒരെണ്ണം വാട്ടർ മെലണും ആണ് എടുത്ത് വെക്കുന്നുണ്ട്. നോക്കാം എന്തായാലും. ഞാനിട്ടിട്ടുണ്ട്. അപ്പം ഇതും എനിക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ കുറച്ച് സാധനം കൂടി ഇപ്പോഴാണ് പോയി മേടിച്ചത്. അപ്പം അതും എല്ലാം കൂടി തപ്പിപ്പറക്കി വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.